ഗുരുവായൂർ ഒരു വഴിപാടുണ്ടായിരുന്നു. അതൊക്കെ നടത്തി വരുന്ന വഴിക്കാണ് അമ്മ പറഞ്ഞത് ഇനിയൊരു നേർച്ചയും കൂടെ ഉണ്ട്. അത് വല്ലാർപാടം പള്ളിയിലാണ്. ചൂല് നേർച്ചയാണ്. അതായത് അവിടുത്തെ ചൂല് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അടിച്ചു വരുന്നൊരു നേർച്ചയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് നേരെ വല്ലാർപാടം പള്ളിയിലേക്ക് വന്നു. ഞങ്ങൾ പള്ളിയിലെത്തിയപ്പം ഏകദേശം ഒരു 2 മണിയായി കാണും. നല്ല ചൂടായിരുന്നു. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചൂല് നേർച്ചയാണ് നേരാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടോ, അടിച്ചു വരുന്നത് കണ്ടോ. ഇതാണ് അവിടുത്തെ നേർച്ചയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു നേർച്ചയാണിത്. നമ്മുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കഴിയുമ്പം നമുക്ക് ഇവിടെ വന്നിങ്ങനെ അടിച്ചു വരാവുന്നതാണ്. അത് ഇവിടുത്തെ ഒരു നേർച്ചയാണ്. ഒരുപാട് ആൾക്കാർ, പിള്ളേരും മുതിർന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് ഈ ഒരു നേർച്ച നേരാവുന്നതാണ്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കുവാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ചൂല് നേർച്ച നേർന്നോളാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയുടെ വലത്ത് സൈഡിലായിട്ട് കുറേ ചൂലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇഷ്ടമുള്ള ചൂലെടുത്ത് നമുക്ക് അവിടെ അടിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നേർച്ചയാണ്. പിന്നെ ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് ചൂലുണ്ടാക്കി ഈ പള്ളിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ട്. അതും ഒരു നേർച്ചയാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ പള്ളി വന്നപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അതെല്ലാ ദേവാലയങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ അവിടുത്തെ ചുമരിൽ അവിടുത്തെ പള്ളിയെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ വർഷത്തെയും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതൊക്കെ അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ക്യാബാണ് ബുക്ക് ചെയ്തത്. പിന്നെ തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി, അതായത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെയാണ് ബസ് കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും പല ബസ്സുകളും നിർത്താറില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. കാരണം നമുക്ക് തിരിച്ച് ഇടുക്കിക്ക് പോകേണ്ടതാണ്. അപ്പം ബസ് ലേറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ അവിടെ എത്താനും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാബ് ബുക്ക് ചെയ്തത്. അപ്പോൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. കുറേ നേരമായി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ക്യാബ് വരാനായിട്ട്. അപ്പോൾ വിചാരിച്ചു ആ സമയത്ത് നമുക്കൊരു തിരി കത്തിക്കാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി അവിടെ തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. നമ്മൾ തിരിയൊക്കെ കത്തിച്ച് അവിടുത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ക്യാബിന് വേണ്ടി. കാരണം കുറച്ച് ബ്ലോക്കൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ കുറച്ചും ലേറ്റ് ആകുമെന്നാണ് ഡ്രൈവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ പള്ളിയുടെ അകത്ത് പോയി പ്രാർത്ഥിച്ചു. ഇങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്നു. വണ്ടി കയറി നമ്മൾ നേരെ ഇനി എറണാകുളം KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. ഈ പള്ളി വരാത്തവർ തീർച്ചയായിട്ടും പള്ളി വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ.